കാലാകാലങ്ങളായി ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായി കുറേ പേര് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ബംഗാൾ. അപ്പം മമത ഉൾപ്പെടെയുള്ളവർ സഹായിച്ചു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പം മമത പറയുന്നു ബംഗ്ലാദേശികൾ ഇങ്ങനെ നുഴഞ്ഞു കയറുന്നു, അത് വലിയ പ്രശ്നമാണെന്നൊക്കെ. രണ്ടും തമ്മിലൊരു പൊരുത്തക്കേടില്ലേ? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. മമത അത് മാത്രമല്ല പറയുന്നത്. മമത പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾ ബംഗാളിലേക്ക് വരണം എന്നുള്ള കേന്ദ്രത്തിൻ്റെ പദ്ധതി ഇപ്പം നടപ്പാക്കുകയാണ്. അതിന് BSF കൂട്ടുനിൽക്കുന്നു. ഇതാണ് മമതയുടെ അലിഗേഷൻ. ആദ്യമായി നമ്മുടെ അതിർത്തി സംരക്ഷണ സേനയെ പേരെടുത്തു പറഞ്ഞ് മമത വിമർശിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലാണ്. എന്നിട്ട് പറഞ്ഞു, ഈ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് TMCയോ തൃണമൂൽ കോൺഗ്രസോ ബംഗാൾ പോലീസോ അല്ല, BSF ആണ്. BSF ആളുകളെ കയറ്റിവിടാൻ സഹായിക്കുന്നു. എന്നിട്ട് എവിടേക്കാണ് ചില പോയിന്റുകൾ എടുത്തു പറഞ്ഞു. ഇസ്ലാംപൂർ, സിത്തായ്, കുച്ച് ബിഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ വലിയ തോതിൽ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ബംഗാളിലേക്ക് കയറി വരുന്നു. ഇത് ബംഗാളിൻ്റെ ജനസംഖ്യയെയും ക്രമസമാധാന നിലയെയും വല്ലാതെ ബാധിക്കുമെന്നാണ് മമതയുടെ നിലവിളി. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. പക്ഷേ മമതാ ബാനർജി എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി ഏറ്റവും കിരാതമായി എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അവിടെ അധികാരത്തിൽ തുടരാൻ സഹായിക്കുന്നത് ഈ ബംഗ്ലാദേശി വോട്ടർമാരുടെ സഹായം കൊണ്ടാണ്. കാലാകാലങ്ങളിൽ മമതയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. CPMൻ്റെ കാലത്ത് 25-30 വർഷം CPM അവിടെ ഭരിച്ചു. അവരെന്താ ചെയ്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള വലിയ തോതിലുള്ള ആളുകളെ, മുസ്ലിമുകളെ ഇങ്ങോട്ട് കയറി വരാൻ സഹായിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് യൂണിയൻ ഉണ്ടാക്കി, അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്തു, റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തു, വീട് കൊടുത്തു. അങ്ങനെ ഇന്ത്യക്കാരല്ലെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകളെ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന CPM ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവരാണ്. അവരെന്ത് ചെയ്തു? അവരവരെ അവിടെ കുടിയേറ്റക്കാരായിട്ട് അംഗീകരിച്ച് ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് ഇന്ത്യൻ പൗരന്മാരാണെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. പകരം ഒന്നേ ചോദിച്ചുള്ളൂ, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അങ്ങനെയാണ് 1/4 നൂറ്റാണ്ടിനപ്പുറം CPM ബംഗാൾ ഭരിച്ചത്. അവരെല്ലാ മണ്ഡലങ്ങളിലും ഈ മുസ്ലിങ്ങളായ ബംഗ്ലാദേശികളെ കൊണ്ട് കുടിയേറി ഓരോ മണ്ഡലത്തിലും കൃത്രിമമായ ഭൂരിപക്ഷം ഉണ്ടാക്കി. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ അറിയാമോ? സിനുവിന് പാസ്പോർട്ടുണ്ടോ? ആധാറുണ്ടോ? ഇലക്ഷൻ ID ഉണ്ടോ? ഇത് നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്നുള്ള തെളിവാണോ? അങ്ങനെയാണ് നമ്മൾ ഇതുവരെ കരുതിയില്ല. പാസ്പോർട്ടിൽ വരെ എഴുതിയിട്ടുണ്ട്, ഇത് നമ്മുടെ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല. നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വം തെളിയിക്കാനുള്ള ഒരു ഡോക്യുമെൻ്റ് ഇല്ലാത്തത്. അതാണ് നാഷണൽ സിറ്റിസൺ രജിസ്റ്റർ ഉണ്ടാക്കണമെന്ന് NCR വേണമെന്ന് കേന്ദ്രം പറയുന്നത്. ലോകത്തെല്ലാ രാജ്യങ്ങളിലും അവർക്ക് എത്ര ജനങ്ങളുണ്ട് അതിന് സെൻസസ് എടുക്കുന്നുണ്ട്. അതിലെത്ര പേർ പൗരന്മാരാണെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ വേണം. CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നമ്മൾ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ NCRന് വേണ്ടി കൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ഒരു പട്ടിക വേണം, പൗരത്വം തെളിയിക്കാനുള്ള രേഖ വേണം. ആധാർ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല. ഇവിടെ വരുന്ന വിദേശികൾക്ക് പോലും വേണമെങ്കിൽ ഇവിടെ നിന്ന് ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് ആധാർ എടുക്കാം. ഇലക്ഷൻ ID നമ്മൾ പലതവണ പറഞ്ഞിട്ടില്ലേ? അതെ. വിവിധ സംസ്ഥാനങ്ങളിൽ ആന്ധ്രയിലെ ഒരു MLA 21 വർഷം MLA ആയിരുന്നു, ജർമ്മൻ പൗരനാണ്. ബംഗാളിൽ ഒരു സ്ത്രീ ഇലക്ഷൻ തോറ്റുപോയി, ബംഗ്ലാദേശുകാരിയായിരുന്നു. അപ്പോൾ പലയിടത്തും പൗരത്വം തെളിയിക്കാൻ രേഖ എങ്ങനെയെങ്കിലും വോട്ടർ പട്ടിക പേര് വന്നാൽ അവർ പൗരന്മാർ. ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ എന്താ ചെയ്യുന്നത്? അതിഥി തൊഴിലാളികളെന്ന് വിളിച്ച് ഇവരെയൊക്കെ ഇവിടെ താമസിപ്പിച്ച് ഇവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ പോവുക. റേഷൻ കാർഡ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും? വോട്ടർ പട്ടികയിൽ വരാനായിട്ട് അപേക്ഷിക്കും. അപ്പോൾ അവർ പൗരത്വം ഇവർ ഇന്ത്യൻ പൗരന്മാരാണോ എന്ന് നോക്കാനുള്ള ഒരു രേഖയും നോക്കുന്നില്ല. പാസ്പോർട്ട് എന്ന് പറയുന്നത്, പാസ്പോർട്ട് നമ്മുടെ അല്ലെന്നറിയാമല്ലോ. അതെ. സിനുവിൻ്റെ പാസ്പോർട്ട് സിനുവിൻ്റെ അല്ല, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണ്. പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇതാരും വായിച്ച് നോക്കുന്നില്ല. പാസ്പോർട്ട് എൻ്റെ പാസ്പോർട്ട് എന്ന് പറയാൻ നമുക്ക് ആവശ്യം, അത് ഇന്ത്യ ഗവൺമെൻറ് പ്രോപ്പർട്ടി നമ്മൾ കൈവശം വെക്കുന്നവരാണ്. ആ പാസ്പോർട്ട് നമ്മുടെ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല. അപ്പോൾ ഇന്ത്യയുടെ പൗരന്മാരാണ് നമ്മൾ തെളിയിക്കാൻ ഒരു രേഖയില്ല. ഇപ്പോൾ പിണറായി വിജയൻ, ഞാൻ പറഞ്ഞു വന്നത്, ഇവരെ അതിഥി തൊഴിലാളികൾ 10 ലക്ഷത്തോളം പേര് ഉണ്ടെന്ന്, 10 25 ലക്ഷം കാണും. ഇവരെയൊക്കെ പതുക്കെ എവിടെയെങ്കിലും താമസിച്ച് അവിടുത്തെ അഡ്രസ്സ് വെച്ചിട്ട് BLOമാരെയൊക്കെ സ്വാധീനിച്ച്, എല്ലാം BLOമാരായിട്ട് വോട്ടർ പട്ടികയെ പേര് ചേർക്കാൻ വരുന്നവരൊക്കെ ആരാ? CPMകാരാ മഹാഭൂരിപക്ഷം. അവരെയൊക്കെ സ്വാധീനിച്ച് ഇവരുടെ പേരും കിഷൻ റാം എന്നൊക്കെ പറഞ്ഞോ, അല്ലെങ്കിൽ സൈഫുദ്ദീൻ എന്നോ, അൻസറുൽ ഇസ്ലാം എന്നൊക്കെ പേരൊക്കെ വെച്ചിട്ട്, മറ്റേ ജിഷ കേസിലെ ഇവൻ്റെയൊക്കെ പേര് ചേർത്തിട്ട്
വോട്ടർ പട്ടികയിൽ ചേർത്ത് അവനൊക്കെ വോട്ടറാവും. വോട്ടറായി കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ പറയുന്നിടത്ത് കുത്തും. ഇതാണ് ബംഗാളി സംഭവിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ID കൊടുത്തു, ആധാർ കൊടുത്തു, റേഷൻ കാർഡ് കൊടുത്തു, റേഷൻ കൊടുത്തു, വീട് കൊടുത്തു, അവർ CPM വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം അവരെന്ത് ചെയ്തു? അവർ CPM വിട്ടപ്പോൾ CPM കഥ കഴിഞ്ഞു, അവർ തൃണമൂലായി. കാലുവാരി അല്ലേ കാലുവാരി. അവർ ഈ മുസ്ലിം മൈഗ്രൻസ് ആയിട്ട് വന്ന ബംഗ്ലാദേശികളായ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളെ ബംഗാളിൽ കുത്തി നിറച്ച് ആ ജില്ലയുടെ ഡെമോഗ്രാഫി മാറ്റി. അവിടെ പല ജില്ലകളും 24 ഫർഗാനാസ് എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിം രാജ്യം പോലെയാണ്. അത് മുഴുവൻ ഇന്ത്യക്കാരല്ല, മഹാഭൂരിപക്ഷവും ബംഗ്ലാദേശികൾ. ഇവരെ മുഴുവൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് സംരക്ഷിച്ച് കൊണ്ടുവന്ന CPM തിരിച്ചടിയായിരുന്നു മമതയുടെ വരവ്. മമതയുടെ കൂടെ ഒരു മൊത്തം എൻ ബ്ലോക്കായിട്ട് ഈ മുസ്ലിം വോട്ടർമാർ, കാരണം അവരെ സംബന്ധിച്ച് അവർ വോട്ട് ബാങ്കാണ്. അവർക്ക് അവരുടെ ഒരു മത നേതാവ് പറയുന്നത് നാളെ മുതൽ നീ CPM എന്ന് പറഞ്ഞാൽ CPM ആണ്, നാളെ മുതൽ നീ TMC എന്ന് പറഞ്ഞാൽ TMC ആണ്, നാളെ നീ BJP എന്ന് അവർ പറഞ്ഞാൽ അവർ BJPക്ക് കുത്തും. ഇങ്ങനെയാണ് അവരെ ആടുമാടുകളെ പോലെ മത നേതാക്കന്മാരെ നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ മുഴുവൻ മമതയോട് നിൽക്കുന്നു. മമത ഇക്കാലം അത്രയും അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷത്തിനെ ഫേവർ ചെയ്ത് ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ പോലും വിലക്കി. നമുക്കറിയാലോ, എന്തിന് BJP എന്നുള്ള പാർട്ടിയെ പ്രവർത്തിക്കാൻ പോലും സമ്മതിക്കാത്ത തരത്തിലേക്ക് അവിടെ ഭയങ്കര കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കി. ഇത് മുഴുവൻ ബംഗ്ലാദേശികളെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന മമത ഇപ്പം പറയുന്നു ബംഗ്ലാദേശിൽ നാളെ വരുന്നു, ആൾ വരുന്നേ, തടയണേ, BSF ഒത്തുചെയ്യുന്നേ. കേന്ദ്രത്തിന് പദ്ധതിയുണ്ട്. എന്താണ് പറഞ്ഞത്? കേന്ദ്രത്തിന് പദ്ധതി ഉണ്ടായിരിക്കും, എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കും. മമത പറയുന്നതല്ലേ, നമുക്കൊരു മുഖ്യമന്ത്രിയല്ലേ, നമുക്ക് മുഖവിലക്കെടുക്കാം. എന്തായിരിക്കും പദ്ധതി? കുറേ പേര് വരട്ടെ. നീ കൊണ്ടുവന്നില്ലേ കുറേ പേരെ? CPMകാർ കൊണ്ടുവന്നില്ലേ? എന്താ പിന്നെ ഞങ്ങളുടെ ഭയം വരട്ടെ. ഇപ്പോൾ വരുന്ന ആരായിരിക്കും? ബംഗ്ലാദേശ് അഭയാർത്ഥികളായിട്ട്. ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ അഭയാർത്ഥിയായിട്ട് വരുന്ന ആരായിരിക്കും? മുസ്ലിങ്ങൾ വരും. അല്ല അവിടെ ആരാ പീഡിപ്പിക്കപ്പെടുന്നത്? ഹിന്ദുക്കൾ. അവർ വരും. അവർ ഇസ്ലാംപൂർ വഴി, സിത്തായ് വഴി, കൂച്ച് ബിഹാർ വഴി ഹിന്ദുക്കൾ വന്നാൽ മമതയ്ക്ക് പൊള്ളും. അതാണ് ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുന്നു. ആര് വന്നാൽ? ഹിന്ദുക്കൾ വന്നാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും. എങ്ങനെ ഉണ്ടാകും? ആരുണ്ടാക്കും? മമതയുടെ ആളുകളായ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ അനധികൃതമായി ഇന്ത്യൻ പൗരന്മാരെന്നുള്ള ഭാവത്തിൽ രേഖകളുണ്ടാക്കി ഇവിടെ കഴിയുന്നുണ്ട്. അവർ ഇവരെ ആക്രമിക്കും. അതല്ലേ മമതയുടെ വിഷമം? അപ്പോൾ എന്ത് ചെയ്യുന്നു? ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങൾ വന്നപ്പോൾ അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കൾ ഇങ്ങോട്ട് കയറി വന്ന അതാണ് മനസ്സിലായില്ലേ? ഇതാണ് മമത നിലവിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു സേനാ വിഭാഗത്തെ പരസ്യമായി ഇവർ ആക്ഷേപിച്ചു. എന്നിട്ട് ഇവർ ചോദിക്കുന്നു, DGP രാജീവ് കുമാറിനോട് ഞാൻ പറയും, നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് മുന്നറിയിപ്പ് തരുന്നില്ല എന്ന് ചോദിക്കുമെന്ന് DGPയുടെ പേര് പറഞ്ഞുകൊണ്ട് പോലീസ് അസോസിയേഷൻ യോഗത്തിൽ മമത പ്രസംഗിക്കുകയാണ്. നിങ്ങളുടെ DGPയോട് ഞാൻ ചോദിക്കും, എന്തുകൊണ്ട് നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിയിക്കുന്നില്ല? മമതയ്ക്ക് പൊള്ളുന്നു, ഹിന്ദുക്കൾ വരുന്നു. മനസ്സിലായില്ലേ? ഇക്കാലം മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കയറി വന്നാൽ മമതയ്ക്ക് പൊള്ളും. അതിന് BSFനെ ചീത്ത പറയും. അതാണ് കേന്ദ്രത്തിൻ്റെ പദ്ധതി. അപ്പോൾ മമതയ്ക്ക് വേണ്ടത് അവിടെ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യം പോലെ നിൽക്കണം. ഞങ്ങൾ കോട്ട് കിട്ടും. ബംഗ്ലാദേശി മുസ്ലിങ്ങൾ വന്നിട്ട് ഞങ്ങൾ അവരെ വോട്ടർമാരാക്കി നിൽക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അവർക്ക് CAA കൊണ്ടുവരാൻ പോകുന്നു, NCR കൊണ്ടുവരാൻ പോകുന്നു. ഈ NCR കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതെന്താ പ്രശ്നം? കാരണം നമ്മുടെ രാജ്യം ഇവിടെ ഉള്ളവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ നമ്മുടെ പേര് പൗരത്വ രജിസ്റ്ററിൽ വരുന്നതിന് എന്താ കുഴപ്പം? ഡോക്യുമെൻ്റ് കാണിക്കേണ്ടി വരും. ഡോക്യുമെൻ്റ് കാണിക്കാൻ എന്താ ഇവിടെ ഉള്ളവർക്ക്? ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ എതിരാണ്. ഇന്ത്യയിൽ NCR കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നൊരു മുസ്ലിങ്ങൾ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ്, CPM, തൃണമൂൽ കോൺഗ്രസ്. എന്തുകൊണ്ട് നാഷണൽ സിറ്റിസൺ രജിസ്റ്റർ, ഇന്ത്യയിലെ പൗരന്മാരുടെ ഒരു രജിസ്റ്റർ ഉണ്ടായി, അവർക്ക് പൗരത്വ കാർഡ്, സിറ്റിസൺഷിപ്പ് കാർഡ് കൊടുക്കുന്നതിനെ എന്തുകൊണ്ടാണ് മുസ്ലിമുകൾ എതിർക്കുന്നത്? മുസ്ലിമുകൾ എതിർക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യും. മുസ്ലിങ്ങൾ സ്വാഗതം ചെയ്താൽ ഇവർ സ്വാഗതം ചെയ്യും. അപ്പോൾ മുസ്ലിങ്ങൾ എതിർക്കുന്നത് എന്താണ്? മുസ്ലിങ്ങൾ പറയുന്നു ഞങ്ങൾ രാജ്യത്തിന് പുറത്താവും. നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്, നിങ്ങൾ അങ്ങനെ പുറത്താവുന്നേ. സിനുവിന് പേടിയുണ്ടോ? സിറ്റിസൺഷിപ്പ് NCR നടപ്പാക്കിയാൽ സിനു പുറത്താവും എന്നുള്ള പേടിയുണ്ടോ? ഒരു പേടിയില്ല. കാരണം ഉടനെ അത് നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ടാണ്. നമ്മളിപ്പം ജനിച്ചതിന് ആശുപത്രി രേഖകളുണ്ടാവും, പഞ്ചായത്തിലുണ്ടാവും, ഓരോ കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് ഡോക്യുമെന്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൗരത്വ രജിസ്റ്ററിൽ പറയുന്ന 1947 മുമ്പുള്ളവർക്ക് രേഖ എന്താണെന്നൊക്കെ ചോദിക്കും. അതൊരു കട്ട് ഓഫ് ഡേറ്റ് വെക്കണം. അത് വെച്ച് വരെയുള്ളവർ ഇന്ത്യൻ പൗരന്മാരാണ്. ഡോക്യുമെൻറ്റ്സ്, ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാർഡ്, ഇതൊക്കെ കാണിക്കണം. പക്ഷേ അത് നടപ്പാക്കാൻ സമ്മതിക്കും. എന്ത് വന്നാലും നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. NCR പാടില്ല.
അപ്പോൾ ഈ നിങ്ങൾക്ക് മടി ഒരാൾ ഒരു ബസ്സിൽ പോക്കറ്റടി നടന്നു സംശയിക്കുന്നു. പോക്കറ്റ് അടിച്ച് ആരാത് കണ്ടുപിടിക്കാൻ എല്ലാവരുടെയും പോക്കറ്റിലെ ബാഗ് ഒന്ന് പരിശോധിക്കണം എന്ന് പറയുന്നു. ഒരാൾ പറയുക എൻ്റെ പരിശോധിക്കാൻ പറ്റത്തില്ല, ഞാൻ അടിച്ചിട്ടില്ല, ഞാൻ അടിച്ചിട്ടില്ല, പക്ഷേ എന്നെ പരിശോധിക്കാനും പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഒരു പൊതു വ്യവസ്ഥ എന്ന നിലയിൽ ശരി അങ്ങേയും കൂടെ പരിശോധിക്കാം എന്ന് പറയാം. അങ്ങനെ അങ്ങനെ പറ്റില്ല എന്ന് പറയുന്ന ആളെ മറ്റുള്ളവർ എങ്ങനെ കാണും? സംശയത്തോടെ കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല? അപ്പോൾ സംശയത്തിൻ്റെ ദേ ഹാവ് സംതിങ് ടു ഹൈഡ്, അല്ലേ? അവർക്ക് എന്തോ ഒളിക്കാനുണ്ട്. ഇത് മുസ്ലിങ്ങളെന്നല്ല, ആര് പറഞ്ഞാലും അവർക്ക് എന്തോ ഒളിക്കാനുണ്ട്. അതുകൊണ്ടാണ് പൗരത്വ രജിസ്റ്റർ വേണ്ട എന്ന് പറയുന്നത്. പൗരത്വ രജിസ്റ്റർ ശരിക്കും ഒരു രാജ്യത്തിന് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് ആരാണ്, പൗരന്മാരല്ലാത്തത് ആരൊക്കെയാണ്? ഇവിടെ നമ്മുടെ നാട്ടിൻപുറത്ത് ആളുകൾ പറയില്ല അവൻ ബംഗാളിയൊന്നുമില്ല, അവൻ ബംഗ്ലാദേശിയാന്ന് ആളുകൾ പോലും പറയുന്ന തരത്തിലേക്ക് നമ്മുടെ നാട്ടിൽ സ്ഥിതി മാറിയിട്ടുണ്ട്. ഇവിടുന്ന് ബംഗ്ലാദേശിയിൽ നിന്ന് നുഴഞ്ഞു കയറി ഇവിടെ വന്ന ആളുകളെ പിടിക്കണം. ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചില്ലേ, അവിടെ ഹിന്ദു ശർമ്മ എന്നൊക്കെ പേരിട്ട് ഒരു ഹിന്ദു കുടുംബത്തെ പോലെ താമസിച്ചിരുന്നു, പിടിച്ചപ്പോൾ ബംഗ്ലാദേശിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി ഈ നാട്ടിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ഇപ്പം ഡൽഹി പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇപ്പം ഡൽഹി പോലീസ് ഡൽഹിയിൽ നിന്നുള്ള ബംഗ്ലാദേശികളെ മുഴുവൻ പിടിച്ച് നാട് കടത്തുവാണ്. അപ്പം മമതയ്ക്ക് ഇപ്പോൾ പ്രശ്നം ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ സവിശേഷമായ സാഹചര്യത്തിൽ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരുന്നു. അതാണ് കേന്ദ്രത്തിൽ ഹിന്ദുക്കൾ വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്. കേന്ദ്രമറിയാതെ BSF കടത്തിവിടത്തില്ല. അങ്ങനെ വരുന്ന ആളുകൾ ഇവിടെ വന്നാൽ ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് കേന്ദ്രത്തിൽ മുസ്ലിങ്ങളെ കൊണ്ടുവരാൻ എന്തായാലും കേന്ദ്രം പറയത്തില്ലോ, റോഹിംഗ്യൻസിനെ കൊണ്ടുവരാൻ കേന്ദ്രം പറയത്തില്ലല്ലോ BSFനോട്. അപ്പോൾ BSF കടത്തി വിടുന്നു. അത് 3 പോയിന്റ്, ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ട. ഇസ്ലാംപൂർ വഴി വരുന്നു, സിത്തായി വരുന്നു, കുച്ച് ബിഹാർ വഴി വരുന്നു. ഇത് 3ഉം ഇവരുടെ ഒരു ഇസ്ലാമിക കേന്ദ്രങ്ങളാണ്. തൊട്ടടുത്ത അതിർത്തിയാണ്, ബംഗ്ലാദേശ് അതിർത്തിയിലാണ്. അതിലൂടെ കയറ്റി വിടുന്നു, പിൻ പോയിന്റഡ് ആയിട്ട് പറയുകയും എന്നിട്ട് പറയാണ് ഈ BSFനെ കുറിച്ച് അടുത്ത ആരോപണം ഒരിക്കലും ഒരു മുഖ്യമന്ത്രി പറയാത്തത്. പണ്ട് ഇന്ത്യൻ ആർമി ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഈ വൃത്തികെട്ട സ്ത്രീ പറയുകയാണ് BSFകാർ വനിതകളെ പീഡിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസുകാരെ BSFകാരിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാത്തത് എന്നൊരു കാർഡും കൂടെ ഈ മമത എന്ന് പറയുന്ന ഈ സ്ത്രീ മുഖ്യമന്ത്രി പറയുകയാണ്. BSF എന്ന് പറയുന്നവർ അതിർത്തിയിലെ ഫസ്റ്റ് ലൈനിൽ നിൽക്കുന്നവരാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ, ഒരു സംഘർഷം ഉണ്ടായാൽ ആദ്യം വെടിയേൽക്കുന്നത് BSFകാർക്കാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നു. അതെ, അവർ BSFകാരെ സംബന്ധിച്ച് എനിക്ക് BSFനോട് ഉള്ള ഒരു പ്രത്യേകത, മമത എന്ന് പറഞ്ഞാൽ BSF എന്ന പാരാമിലിറ്ററിയാണ്. അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് സൈന്യത്തിനുള്ള മുഴുവൻ എല്ലാ ആനുകൂല്യങ്ങളും പോലും അവർക്ക് കിട്ടുന്നില്ല. അർദ്ധ സൈനിക വിഭാഗം എന്ന് പറയുന്നുണ്ട്. പല കാര്യങ്ങൾക്കും അവർ സൈന്യത്തെക്കാൾ അവരുടെ പെർക്സ് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ സൈന്യത്തെക്കാളും കുറവാണ്. അങ്ങനെയുണ്ട്, ഒരു പടി താഴെയാണ്. പക്ഷേ ആദ്യം ഒരു സംഘർഷം ഉണ്ടായാൽ ആദ്യത്തെ വെടിവെക്കുന്നത് BSFകാരനാണ്, ആദ്യം വെടിവെക്കുന്നത് അവരാണ്. അങ്ങനെയുള്ള നമുക്ക് വേണ്ടി ത്യാഗനിർഭരമായ ഒരു ജീവിതം നയിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്, ധീര ജവാന്മാരെ കുറിച്ചിട്ടാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന വൃത്തികെട്ട അധപ്പതിച്ച അധാർമികതയുടെ പ്രതീകമായ സ്ത്രീ BSFകാർ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, നിങ്ങളെന്താണ് പോലീസുകാരെ സംരക്ഷിക്കാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കിയോ, പോലീസുകാർ പോയി BSFകാരെ അറസ്റ്റ് ചെയ്യണോ? അതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും മമത ഇപ്പോൾ വേറൊന്നുകൂടെ പറഞ്ഞു, DSPമാർ SP-മാരൊന്നും അവരുടെ കടമ നിർവഹിക്കുന്നില്ല. അതിർത്തിയിൽ BSF കേന്ദ്രം പറഞ്ഞിട്ട് ആളുകൾ കയറ്റി വിട്ട മമത എന്ത് ഉണ്ടാക്കാനാ? ഒന്നും ചെയ്യാനില്ല മമതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ വരും, ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് മമത ചിലപ്പം ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് റേഷൻ കാർഡ് കൊടുക്കത്തില്ലായിരിക്കും, വോട്ടർ പട്ടിക ചേർക്കത്തില്ലായിരിക്കാം, ആധാർ കൊടുക്കത്തില്ലായിരിക്കാം. പക്ഷേ കേന്ദ്രത്തിന് വേറൊന്നും ചെയ്യാം. CAA പാസ്സാക്കിയിട്ടുണ്ട്. പൗരത്വം കൊടുക്കാം കേന്ദ്രത്തിന്. അങ്ങനെ നേരിട്ട് പൗരത്വം കൊടുക്കാം. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം അവർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ മമതയുടെ കളി എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ബംഗ്ലാദേശ് അതിർത്തി അടച്ചു വെക്കണം എന്ന് മമത പറയുന്നത് എന്തിനാണ്? അവിടുന്ന് ഓടി വരുന്നവർ ബംഗാളിലേക്ക് വന്നാൽ ബംഗാളിലെ ഡെമോഗ്രാഫിയിൽ മാറ്റം വരും. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് തുടക്കം മുതലേ മമത ബംഗാളിൻ്റെ കാര്യത്തിൽ ഇടപെടണം, കേന്ദ്രം ശക്തമായ നിലപാട്, അതിർത്തി അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ വരരുത്. അപ്പോൾ മമത എന്ന് പറയുന്ന മമതയുടെ ലക്ഷ്യം ഈ ബംഗാളിനെ, പശ്ചിമ ബംഗാളിനെ മുസ്ലിം രാജ്യമാക്കി നിർത്തുക. അതിന് BSFനെ ചീത്ത പറയാൻ, ആക്ഷേപിക്കാൻ, അപമാനിക്കാൻ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തുടരുന്നു. അത് മോദി എന്ന് പറയുന്ന മഹാനായ നോബൽ സമ്മാനം വരെ കിട്ടാൻ സാധ്യതയുള്ള ക്ഷമാശീലനായ ഒരു പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടാണ്. മോദിയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് എനിക്ക് തോന്നാറുണ്ട്, ഞാൻ മുമ്പൊരിക്കൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഈ കോൺഗ്രസ് പറയുന്നത് ശരിയാണ്, നരേന്ദ്രമോദി ഭരണഘടനയെ ഒട്ടും മാനിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. കാരണം
നരേന്ദ്രമോദിക്ക് മുമ്പുള്ള എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ഡസൻ കണക്കിന് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഭരണഘടന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അവർ നടപ്പാക്കിയിട്ടുണ്ട്. അവരങ്ങനെ ആ വ്യവസ്ഥ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ ഒരു വ്യവസ്ഥയെ അംഗീകരിക്കുന്നു എന്നാണ്, അല്ലേ? അപ്പോൾ ഭരണഘടനയെ മാനിച്ചവരാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ. സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാനുള്ള ഭരണഘടനാ വ്യവസ്ഥ പാലിക്കാത്തതുകൊണ്ടായിരിക്കും നരേന്ദ്രമോദിയെ ഇവർ ഭരണഘടനയെ മാനിക്കാത്ത ആളെന്ന് വിളിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദി ഒരു തവണയെങ്കിലും ചുരുങ്ങിയ പക്ഷം, കുറഞ്ഞ പക്ഷം ഈ മറുതയെങ്കിലും ഒന്ന് പിരിച്ചുവിട്ട് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി തോക്കട്ടെന്നേ. ഒരു 6 മാസം കേന്ദ്രത്തിന് ഭരിക്കാമല്ലോ, അല്ലെങ്കിൽ കേസ് തീരുന്ന വരെ കേന്ദ്രത്തിന് ഭരിക്കാമല്ലോ. അത്രയും ദിവസം, ഒരു ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ബംഗാളിൻ്റെ അധികാരം കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് പശ്ചിമ ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്രം കഴിഞ്ഞ 10 വർഷവും ഈ 11ാം വർഷവും തയ്യാറാവാത്തത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ സാധാരണ ബുദ്ധിയിലാണ് പറയുന്നത്. ഇപ്പോൾ അതിബുദ്ധിമാന്മാരായ രാഷ്ട്രതന്ത്രജ്ഞന്മാരായ ആളുകളാണ് നമ്മുടെ ബഹുമാന്യരായ നേതാക്കൾ. അവർക്ക് വേറെ ഗെയിം പ്ലാൻ ഉണ്ടാവും, വേറെ പദ്ധതി ഉണ്ടാവും, വേറെ കാരണങ്ങളും ഉണ്ടാവും. പക്ഷേ സാധാരണക്കാരെന്ന നിലയിൽ ബംഗാളിലെ പാവപ്പെട്ട മനുഷ്യൻ്റെ നിലവിളി കേട്ട് നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് കേന്ദ്രം ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ, മോദി ഒരു തവണയെങ്കിലും ഫാസിസ്റ്റ് ആയിരുന്നെങ്കിൽ. മോദിക്ക് പേര് ഫാസിസ്റ്റ് എന്നല്ലേ? പക്ഷേ ഫാസിസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. പേരുമായി കൊച്ചു ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലായിപ്പോയി. ഏതായാലും നരേന്ദ്രമോദി ഒരു തവണയെങ്കിലും എന്നെങ്കിലും ഒന്ന് ഫാസിസ്റ്റായി ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നൊക്കെ നമ്മൾ നരേന്ദ്രമോദിയെ വിളിക്കാറുണ്ട്. മോദി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആലോചിച്ചു, മോദിയെ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷേ തിരിച്ചൊന്ന് ആലോചിക്കണം, മോദി കഴിഞ്ഞ 10 വർഷം ഇന്ത്യ ഭരിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്നതുകൂടെ ആലോചിക്കണം. ഏതായാലും മോദിയിൽ നിന്ന് അല്പം കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മമതയെ പോലെയുള്ള വൃത്തികെട്ട ജന്മങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവർ ശ്വസിക്കുന്നത്, ചിന്തിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ആലോചിക്കുന്നത്, പ്രവർത്തിക്കുന്നത് മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രമാണ്. ഏത് മുസ്ലിങ്ങൾ? ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറിയ ഇന്ത്യക്കാരല്ലാത്ത മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിച്ച് അവരുടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കി അവരെ 5000, 3000, 2000 പേരെയൊക്കെ ഓരോ മണ്ഡലത്തിൽ കൊണ്ട് താമസിപ്പിച്ച് അവർ വോട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ് വിജയിക്കും. ഇതാണ് സ്ട്രാറ്റജി. ഈ നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവൻ ഒരിടത്തല്ല, ക്യാമ്പിലല്ല. അവരെ ലിസ്റ്റെടുത്ത് പട്ടിക ഉണ്ടാക്കി, നിങ്ങൾ 1000 പേർ ഇന്ന ജില്ലയിൽ പോവുക, നിങ്ങൾ 2000 പേർ ഇന്നടുത്ത് പോയി താമസിക്കുക. അവിടെ അവർക്ക് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. അവർ അത്രയും വോട്ടുകളാണ്. അപ്പോൾ ഓരോ മണ്ഡലത്തിലും 3000, 4000 ഒക്കെ ഈ നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട് താമസിപ്പിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ അനായാസം ജയിക്കാം. ഇതാണ് മമത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ബംഗാളിനെ ഇന്ത്യയിൽ നിന്ന് മുറിച്ചു മാറ്റാൻ, ഏതാണ്ട് ബംഗാൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയ സ്ഥിതിയിലാണ്. അമിത്ഷാ ഒരിക്കൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് അവിടെ ചെല്ലാൻ തീരുമാനിച്ചപ്പോൾ അമിത്ഷായുടെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. പക്ഷേ ഞാനപ്പോൾ പ്രതീക്ഷിച്ചു അമിത്ഷാ ഒന്ന് പോവേണ്ടുമ്പിള്ളേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഹെലികോപ്റ്ററിൽ ഇറങ്ങണമായിരുന്നു. പക്ഷേ എന്തോ ഇറങ്ങിയില്ല. ഇറങ്ങിയാൽ എന്ത് ചെയ്യുമായിരുന്നു? അമിത്ഷായെ വെടിവെക്കുക? അറിയില്ല. അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഏതായാലും മമത നിലവിളിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയല്ല, മമത മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.